സമൂഹമാധ്യമത്തിലൂടെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വിമർശനം. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ ബാർ കൗൺസിൽ സ്വമേധയാ നടപടിയെടുത്തു. അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായിക്കെതിരെയാണ് ബാർ കൗൺസിൽ നടപടി തുടങ്ങിയത്. ജസ്റ്റിസ് TR രവിക്കെതിരെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാട്? ജസ്റ്റിസ് മേരി ജോസഫിനെ വിമർശിച്ച സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റായിട്ടുള്ള യശ്വന്ത് ഷേണായിക്കെതിരെ അച്ചടക്ക നടപടി തുടരാമെന്ന് കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് TR രവി ഉത്തരവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പരോക്ഷമായിട്ടുള്ള ഒരു വിമർശന രൂപേണയുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ യശ്വന്ത് ഷേണായി ഷെയർ ചെയ്തത്. ഇതിലാണിപ്പോൾ ബാർ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും സ്വമേധ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. സ്വമേധ എടുത്ത നടപടിയിൽ വിശദീകരണം അടക്കം യശ്വന്ത് ഷേണായിൽ നിന്ന് ബാർ കൗൺസിൽ തേടും. തുടർ നടപടികൾ പിന്നീട് ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതിയായിരിക്കും സ്വീകരിക്കുക. വിധിക്ക് പിന്നാലെയായിരുന്നു യശ്വന്ത് ഷേണായി ജഡ്ജിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. അച്ചടക്ക നടപടി തുടരാമെന്ന വിധി ജഡ്ജിയുടെ ഗുരുദക്ഷിണയായിട്ട് അഭിഭാഷക സമൂഹം പരിഗണിക്കരുതെന്നായിരുന്നു പോസ്റ്റിൽ യശ്വന്ത് ഷേണായി വിമർശന രൂപേണ പരാമർശം നടത്തിയത്. അതുമാത്രമല്ല, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടത്തിന്റെ ജൂനിയർ അഭിഭാഷകരായിരുന്നു വിധി പറഞ്ഞ ജഡ്ജിയും അദ്ദേഹത്തിന്റെ മകനും എന്ന് തനിക്ക് അറിയില്ല തുടങ്ങിയ പരാമർശങ്ങളും യശ്വന്ത് ഷേണായി തന്റെ ഫേസ്ബുക്കിലൂടെ പറയുകയും ചെയ്തു. ഇതിലാണിപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ബാർ കൗൺസിൽ കടന്നത്. എന്തായാലും വിശദീകരണം തേടി ആ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും അച്ചടക്ക സമിതിയിലേക്ക് ഈ വിഷയം ബാർ കൗൺസിൽ വിടുക. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.